സ്കിറ്റിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ് രണ്ടുപേരും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചിയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടോട്ട് ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചുറ്റും മൊത്തം ഡബ് ചെയ്താ. ഞാൻ ഡബ് ചെയ്യാൻ കയറുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. പറയാൻ വല്ലതും ഉണ്ടല്ലേ? പിന്നെ സ്കിറ്റ് തന്നെ അടിപൊളിയാ. അതല്ലേ? ഓ, രസകരമായ കോമഡി ഒക്കെ ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ഇനി സ്റ്റേജിലാണ് കാണേണ്ടത്. ഞങ്ങൾ തകർക്കണം, തകർക്കും. ഉറപ്പിച്ചു. പിന്നെ ഇനി എങ്ങനെയുണ്ട് പറയാ? ഇതൊരു പാഷാൺ ഷാജി എഴുതിയൊരു സ്കിറ്റാണത്. നാടൻ പാട്ടും തമിഴ് പാട്ടും, അതായത് തമിഴ്നാടും കേരളവും തമ്മിൽ ഒരുമിക്കുന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒന്നിക്കുകയാണ്. ഈ ദുരന്തം വരുമ്പോഴാണ് എപ്പോഴും ഒന്നിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന തമാശകളാണ്. കാരണം പിന്നീട് ബാക്കി സ്കിറ്റിൽ കാണുന്നതായിരിക്കും നല്ലത്. അതിൽ സംഗീതമയമായിട്ടുള്ള, അതായത് തമിഴ് പാട്ടുകളും ഉണ്ട്, നാടൻ പാട്ടുകളും ഉണ്ട്, അതിൻ്റെ കൂടെ കോമഡിയും വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഷോ ആണ് അല്ലേ? എനിക്ക് തോന്നുന്നു താരസംഘടനയും നിർമ്മാതാക്കളും കൈകോർത്തുള്ളൊരു ഏറ്റവും വലിയ ഷോ അല്ലേ? അത്തരം ഒരു ഷോ കാണുമ്പോഴാണ് നമുക്ക് തൃപ്തിയാവുന്ന രീതിക്ക് ആവുമല്ലോ അല്ലേ? അതെ. അത് പറയൂ അതിനെക്കുറിച്ചൊന്ന്. അല്ല, നമ്മൾ സാധാരണ അമ്മയുടെ പരിപാടികൾക്കാണ് നമ്മൾ ഒന്നിക്കുന്നത്. ഇതങ്ങനെയല്ല. പ്രൊഡ്യൂസേഴ്സ്, കാരണം അമ്മ വേണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സും വേണമല്ലോ. നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മാതാവാണ്. കാരണം അവരാണ് ജന്മം നൽകുന്നത് ഓരോ കലാകാരനും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ 101% കൂടെ നിൽക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഷാജേണന്റെ സ്കിറ്റാലോ ഇപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഒന്ന് വരൂ. തമിഴ്നാടും കേരളവുമായിട്ടുള്ള സംഭവം ഒരു IPL മാച്ചാണ് നടക്കാൻ പോണത്. എന്തായാലും കുറേ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള സ്കിറ്റാണ്. കാരണം ഡാൻസേഴ്സും അതുപോലെ പാട്ടും എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു സ്കിറ്റാണ്. അതിൽ ചേട്ടനും ചേച്ചിയും അതുപോലെ തന്നെ മനോഹരായ ചേട്ടനും അങ്ങനെ എല്ലാവരും ഉണ്ട്. വലിയ സ്കിറ്റാണ്, നല്ല സ്കിറ്റാണ്. എത്ര സമയമുണ്ട്? അതൊരു 15 മിനിറ്റോളം. 5 മിനിറ്റിൽ എല്ലാം പറഞ്ഞു പോകും. ഇനി പറഞ്ഞൊരു കാര്യം, നമ്മൾ ദുരന്തം വരുമ്പോഴൊക്കെയാണല്ലോ എല്ലാവരും ഒന്നിക്കുന്നത്. അങ്ങനെ ഒരു ദുരന്തം എല്ലാം കൂടെ പറഞ്ഞു പോകുന്ന സ്കിറ്റ് എന്നാ പറഞ്ഞത്. അല്ല, ദുരന്തമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒന്നിക്കാനാ പാട്, അകന്ന് നിൽക്കാനാ ഈസിയാ. ഒന്നിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാലേ ഒന്നിക്കുള്ളൂ. അത് ദുരന്തമാവാം, നല്ല കാര്യമാവാം. എന്തായാലും ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ തീരുമാനിക്കേണ്ടത് ദുരന്തമാണോ നല്ലതാണെന്ന്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.